അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിലെ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദാരുണമായ കൊലപാതകത്തിൻ്റെ ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലും ഇത് സംഭവിച്ചേക്കാം. നേർത്ത മഞ്ഞു വീണു തുടങ്ങിയ ഒക്ടോബർ മാസത്തിലെ ഒരു സായാഹ്ന സമയം ഉത്തർപ്രദേശിലെ ഒരു സാധാരണ ഗ്രാമം പതിവ് പോലെ ശാന്തമായിരുന്നു. കൃഷിയും കന്നുകാലികളെ വളർത്തലുമായി ജീവിക്കുന്ന ആ കുടുംബത്തിൽ അന്ന് വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ഏകദേശം 5 മണിയോടെ കന്നുകാലികൾക്ക് പുല്ല് ശേഖരിക്കാനായി വീട്ടിലെ മുതിർന്ന ആളുകൾ പുറത്തേക്ക് പോയി. വീട്ടിൽ മറ്റാരുമില്ലാത്ത ആ സമയത്ത് 5ഉം 7ഉം വയസ്സ് മാത്രം പ്രായമുള്ള 2 പെൺകുട്ടികൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം 20 വയസ്സുകാരിയായ അവരുടെ മൂത്ത സഹോദരി അഞ്ജലിയും കൂടെയുണ്ടായിരുന്നു. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പുല്ല് ശേഖരിച്ച് അമ്മയും കുടുംബാംഗങ്ങളും തിരിച്ചെത്തിയപ്പോൾ അവരെ കാത്തിരുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത അതിഭീകരമായ ഒരു കാഴ്ചയായിരുന്നു. വീടിൻ്റെ മുൻവാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. അകത്തേക്ക് കയറിയ അമ്മ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ 2 പിഞ്ചോമനുകളുടെ മൃതദേഹങ്ങളാണ്. ആ വീട്ടിലെ കുരുന്ന ശബ്ദങ്ങളായിരുന്ന 5ഉം 7ഉം വയസ്സുള്ള ആ പെൺകുട്ടികൾ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. ആരുടെയോ ക്രൂരതയ്ക്കിരയായി കഴുത്തറുക്കപ്പെട്ട നിലയിലായിരുന്നു ആ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുടെ മൃതദേഹങ്ങൾ. നിമിഷങ്ങൾക്കകം ആ അമ്മയുടെ അട്ടഹാസം ആ ഗ്രാമത്തെ മുഴുവനും വിളിച്ചുണർത്തി. വിവരമറിഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും അടങ്ങുന്ന വൻ സംഘം സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. ശാന്തമായ ആ ഗ്രാമത്തിൽ ഇത്രയും ചെറിയ കുട്ടികളെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്താൻ ആർക്കാണ് കഴിയുക? ഗ്രാമവാസികൾ മുഴുവനും വലിയ ഭീതിയിലായി. ആരോ വീടിനുള്ളിൽ അതിക്രമിച്ച് കയറി കുട്ടികളെ വകവരുത്തിയതാണെന്നാണ് നാട്ടിലുള്ള എല്ലാവരും വിചാരിച്ചിരുന്നത്. ഫോറൻസിക് സംഘം വീട് മുഴുവനും പരിശോധിക്കാൻ തുടങ്ങി. കൊലപാതകം നടന്ന മുറിയിലെ കാഴ്ചകൾ വളരെ നിഗൂഢമായിരുന്നു. അവിടെ ഒരു വശത്ത് കഴുകി വൃത്തിയാക്കിയ നിലയിൽ രക്തക്കറ പുരണ്ട ഒരു മൺവെട്ടി കണ്ടെത്തി. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് അത് കൃത്യമായി കഴുകി തുടച്ചതാണെന്ന് പോലീസിന് മനസ്സിലായത്. തൊട്ടടുത്തായി നനഞ്ഞ ചില വസ്ത്രങ്ങൾ ഉണങ്ങാനായി ഇട്ടിട്ടുണ്ടായിരുന്നു. പോലീസിന് ആദ്യമേ ഒരു കാര്യം വ്യക്തമായി. പുറത്തുനിന്ന് വന്ന് ഒരാൾ കൊലപാതകം നടത്തിയിട്ട് ഇത്രയും സാവകാശത്തിൽ ആയുധവും വസ്ത്രങ്ങളും കഴുകി വൃത്തിയാക്കി തെളിവ് നശിപ്പിക്കാൻ കഴിയില്ല എന്നത്. കൊലയാളി വീട്ടിലുള്ള ആൾ തന്നെയോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് കൃത്യമായി അറിയുന്ന ആളോ ആയിരിക്കണമെന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് കുടുംബാംഗങ്ങളെ ഓരോരുത്തരായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ദുഃഖം വലിയ ഭീകരമായിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിനിടയിൽ മൂത്ത സഹോദരിയായ അഞ്ജലിയുടെ പെരുമാറ്റത്തിൽ പോലീസിന് ചില അസ്വാഭാവികതകൾ തോന്നാൻ തുടങ്ങി. അവളുടെ വാക്കുകളിൽ ഭയവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും വ്യക്തമായിരുന്നു. ഒടുവിൽ പോലീസിൻ്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ആ 20കാരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സത്യം വിളിച്ചു പറഞ്ഞു. ആ വെളിപ്പെടുത്തൽ കേട്ട് പോലീസുകാർ പോലും ഒരു നിമിഷ നേരത്തേക്ക് സ്തബ്ധരായിപ്പോയി. സ്വന്തം ചോരയിലുള്ള അനിയത്തിമാരെ കൊന്നത് മറ്റാരുമല്ല, ആ മൂത്ത സഹോദരി അഞ്ജലി തന്നെയായിരുന്നു. സ്നേഹത്തോടെ നോക്കേണ്ടിയിരുന്ന ചേച്ചി എങ്ങനെയാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അന്തകിയായി മാറിയത്? ആ ചോദ്യത്തിന് പിന്നിൽ വിനാശകരമായ ഒരു പ്രണയത്തിൻ്റെയും അവിവേകത്തിൻ്റെയും കഥയുണ്ടായിരുന്നു. അഞ്ജലിക്ക് ഗ്രാമത്തിലെ ഒരു യുവാവുമായി പ്രണയബന്ധമുണ്ടായിരുന്നു. വീട്ടുകാർ പുല്ല് ശേഖരിക്കാൻ പോയ ആ സായാഹ്നത്തിൽ വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി അഞ്ജലി തൻ്റെ കാമുകനെ വീടിനുള്ളിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അവർ ഒന്നിച്ചു റൂമിലിരിക്കുന്ന സമയം പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന അനിയത്തിമാർ അപ്രതീക്ഷിതമായി വീടിനുള്ളിലെ മുറിയിലേക്ക് കടന്നു വന്നു. ചേച്ചിയെയും അപരിചിതനായ യുവാവിനെയും തികച്ചും അസ്വാഭാവികവും മോശവുമായ സാഹചര്യത്തിൽ ആ കുട്ടികൾ നേരിട്ട് കാണാൻ ഇടയായി. കുഞ്ഞുങ്ങളാണെങ്കിലും അവർ ഈ വിവരം മാതാപിതാക്കളോട് പറയുമെന്ന് അഞ്ജലി ഭയന്നു. ഈ രഹസ്യം പുറത്തായാൽ തൻ്റെ പ്രണയവും ജീവിതവും തകരുമെന്നും വീട്ടിലും നാട്ടിലും നാണക്കേടാവുമെന്നും അവൾ ചിന്തിച്ചു. വിവേകം നഷ്ടപ്പെട്ട ആ നിമിഷത്തിൽ തൻ്റെ പ്രണയത്തെ സംരക്ഷിക്കാൻ സ്വന്തം സഹോദരിമാരുടെ ജീവനെടുക്കാൻ പോലും അവൾ മടിച്ചില്ല. കാമുകൻ്റെ സാന്നിധ്യത്തിൽ വീട്ടിലിരുന്ന മൂർച്ചയുള്ള മൺവെട്ടിയെടുത്ത് അവൾ ആ 2 കുഞ്ഞുങ്ങളെയും കഴുത്തറുത്തു കൊലപ്പെടുത്തി. നിലവിളിക്കാൻ പോലും സമയം നൽകാതെ
ആ പിഞ്ചു ജീവനുകൾ അവിടെ പൊലിഞ്ഞുപോയി. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം കൃത്യം നിർവഹിച്ച ശേഷം ഭയന്നുപോയ അഞ്ജലി കൊലപാതക വിവരം ഒളിപ്പിക്കാനായി കഥകളെപ്പോലും വെല്ലുന്ന രീതിയിൽ ശ്രമം നടത്തി. ചോര പുരണ്ട മൺവെട്ടി അവൾ വെള്ളമൊഴിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി. തൻ്റെ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ച രക്തക്കറകൾ കളയാനായി വസ്ത്രങ്ങൾ കഴുകി വീട്ടിനുള്ളിൽ തന്നെ ഉണങ്ങാനിട്ടു. അതിനുശേഷമാണ് ഒന്നുമറിയാത്ത ഭാവത്തിൽ മാതാപിതാക്കളും വരുന്നതും കാത്ത് അവൾ ഇരുന്നത്. മാതാപിതാക്കൾ വന്നപ്പോൾ ആരോ അകത്ത് കയറി കുട്ടികളെ കൊന്നു എന്ന് വരുത്തി തീർക്കാനായിരുന്നു അവളുടെ ശ്രമം. പക്ഷേ നിയമത്തിൻ്റെ കണ്ണുകളെ വെട്ടിച്ചു കളയാൻ അവൾക്കായില്ല. ഫോറൻസിക് സംഘം കണ്ടെത്തിയ നനഞ്ഞ വസ്ത്രങ്ങളും കഴുകിവെച്ച മൺവെട്ടിയുമാണ് കേസിൽ നിർണായകമായ വഴിത്തിരിവായത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി രക്തബന്ധങ്ങളെപ്പോലും പിച്ചിച്ചീന്താൻ മടിക്കാത്ത മനുഷ്യക്രൂരതയുടെ പ്രതീകമായി അഞ്ജലി മാറി. പോലീസ് അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഒരു ഭാഗത്ത് സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, മറുഭാഗത്ത് വളർത്തി വലുതാക്കിയ മകൾ തന്നെ കൊലയാളിയായി മാറിയതിൻ്റെ ഞെട്ടൽ. താങ്ങാനാകാത്ത ഈ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ആ കുടുംബം ഇന്നും കണ്ണീരൊഴുക്കുകയാണ്. ക്ഷണികമായ ആഗ്രഹങ്ങൾക്കും ഭയത്തിനും വേണ്ടി കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ ഈ സംഭവം ഉത്തർപ്രദേശിൽ വലിയ ജനരോഷത്തിന് കാരണമാക്കിയിരുന്നു. കേവലം ഒരു പ്രണയപ്പകയോ തെറ്റായ ബന്ധങ്ങളോ ഒടുവിൽ ചെന്നെത്തിക്കുന്നത് ഇത്ര വലിയ ദുരന്തങ്ങളിലേക്കാണെന്ന് ഈ കഥ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.